ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലാസ് 12 ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഒക്കെ പഠിച്ചിരുന്നു. അതിൻ്റെ കുറേ പ്രോബ്ലംസ് നമ്മൾ നോക്കിയിരുന്നു. അതിൻ്റെ അടുത്തൊരു പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് 1ABC 1BCA 1CAB എന്ന് പറയുന്നത് a-b ഇൻറ്റു b - c ഇൻറ്റു c - a ഇതാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഉപയോഗിച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ പ്രീവിയസ് വീഡിയോസിലായിട്ടൊക്കെ ചെയ്തു. പക്ഷേ നമുക്ക് കൂടുതലായിട്ടും ചോദിക്കുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനുകളായിരിക്കും. സിമ്പിൾ ചോദിക്കത്തില്ലെന്നല്ല, എങ്കിലും കൂടുതലും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇങ്ങനത്തെ ടൈപ്പ്, ഈ ഷോ ദാറ്റ്, പ്രൂവ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ നമ്മളൊന്ന് കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ അവർ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 1ABC 1BCA 1CAB. അപ്പോൾ ഞാൻ നമ്മളുടെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതിയിട്ടുണ്ട്. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റോ ട്രാൻസ്ഫോർമേഷനൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ, അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഞാനിവിടെ ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് ഈ രണ്ട് വണ്ണിനെ കണ്ടോ, ഈ രണ്ട് വണ്ണിനെ ഞാൻ 0 ആക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏതെങ്കിലും നമുക്കൊരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 0 കൂടുതലുള്ള റോയോ കോളമോ ചൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ടേംസിനെ, ഈ രണ്ട് വണ്ണിനെ ഞാൻ എന്താക്കാൻ പോകുന്നത്, 0 ആക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് R2 ചേഞ്ചസ് ടു R2 - R1, അതിൻ്റെ ഒപ്പം തന്നെ R3 ചേഞ്ചസ് ടു R3 - R1. R2നെയും R3നെയും ഈ പറയുന്ന രീതിയിൽ ഞാൻ മാറ്റാൻ പോവാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ ഇതിൽ R2ഉം R3യുമാണ് ചേഞ്ച് ചെയ്യേണ്ടത്. R1ന് മാറ്റമൊന്നുമില്ല, അപ്പോൾ അത് അതേപടി തന്നെ എഴുതുക, 1ABC. ഇനി R2നെ എങ്ങനെയാണ് മാറ്റേണ്ടത്, R2 - R1. അപ്പോൾ R2ലെ എലമെൻറ്റുകളെ R1ലെ എലമെൻറ്റുകളുണ്ട് മൈനസ് ചെയ്യണം. അപ്പോൾ 1 - 1 0 കാണാവോ. ഓക്കെ, അടുത്തത് B - A, അടുത്തത് CA - BC. അപ്പോൾ നമ്മൾ R2നെ നമ്മൾ ചേഞ്ച് ചെയ്തു, R2 - R1 ആക്കിയിട്ട്. ഇനി R3നെ ചേഞ്ച് ചെയ്യാൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, R3 - R1. അപ്പോൾ R3 എന്ന് പറയുന്ന ഈ റോയിനെ എലമെൻറ്റുകളെ R1 കൊണ്ട് മൈനസ് ചെയ്യണം. അപ്പോൾ 1 - 1 എന്ത് വരും, 0 വരും. അടുത്തത് C - A, നെക്സ്റ്റ് AB - BC. അപ്പോൾ ഇവിടെ എന്ത് വരും, AB - BC. അപ്പോൾ നമ്മൾ R2നെയും R3നെയും നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഈ ഫസ്റ്റ് കോളം ഉപയോഗിച്ച് ഡിറ്റർമിനൻ്റ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോഴത്തേക്കും കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ 0 ഉള്ള റോയോ കോളമോ ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തീരും. അപ്പോൾ ആ 0 അല്ലാത്ത ആ ഒരു എലമെൻറ്റ് മാത്രം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് കോളം ഉപയോഗിച്ച് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനായിട്ട് പോകുകയാണ്. അപ്പം ഫസ്റ്റ് കോളത്തിൽ എന്ത് മാത്രം എടുത്താൽ മതി, ഈ 1 മാത്രം എടുത്താൽ മതി. അപ്പം നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ആ എലമെൻ്റുള്ള റോയും കോളവും മൈനസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു 1 ഇൻറ്റു, അപ്പോൾ ആ എലമെൻ്റുള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ളത് ഇത്ര ഞാൻ എടുത്ത് എഴുതുവാണേ. ഇറ്റ്സ് ഈക്വൽ ടു 1 ഇൻറ്റു B - A, CA - BC, C - A, AB - BC. അപ്പോൾ എന്ത് ചെയ്താണ് ചെയ്യുന്നത്, ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനായിട്ട് ആ 1 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ള ഈ 4 എലമെൻറ്റുകൾ ഞാൻ എടുത്തെഴുതി. ഇനി നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇതിനകത്ത് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാനതൊന്നും കൂടി എഴുതിയിട്ടുണ്ട് ഇപ്പുറത്തെ പേജിലോട്ട്. അപ്പോൾ ഞാനിതിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ 2 എലമെൻറ്റുകളുണ്ടോ, CA - BC, AB - BC. അപ്പോൾ ഇതിൽ നിന്ന് ഈ രണ്ടിനകത്ത് ഒരു C കോമൺ ഇല്ലേ, അതിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പോവാണ്. ഇതിൽ രണ്ടും കോമൺ ആയിട്ടൊരു B ഉണ്ട്, അതിനെ ഞാൻ പുറത്തോട്ട് എടുക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് B - A, C - A. ഇത് രണ്ടിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇവിടുന്ന് C പുറത്തോട്ട് എടുക്കുമ്പോൾ C ഇൻറ്റു
എ മൈനസ് ബി എന്നാകും. ഇവിടുന്ന് ബി പുറത്തോട്ട് എടുക്കുമ്പോൾ ബി ഇൻറ്റു എ മൈനസ് സി എന്നാകും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള സിനെയും ബിനെയും നമ്മൾ വെളിയിലേക്ക് എടുത്തു. ഇനി ഇതിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ബി മൈനസ് എനെ നമ്മളൊന്ന് തിരിച്ചിടാൻ പോവുക. ബി മൈനസ് എനൊന്ന് തിരിച്ചിടുമ്പോൾ എ മൈനസ് ബി ആകും. അതുപോലെ തന്നെ ഈ എ മൈനസ് സി കണ്ടോ, ഇതിനെ നമ്മളൊന്ന് തിരിച്ചിടാനായിട്ട് പോവുക. എന്തിനാ തിരിച്ചിട്ടാന്ന് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനെ തിരിച്ചിടുമ്പോഴേക്കും ബി പ്ലസ് ആണെങ്കിൽ കുഴപ്പമില്ല. എന്താ ബി പ്ലസ് എ എന്നുള്ളത് തിരിച്ചിടുമ്പോൾ എ പ്ലസ് ബി ആയിട്ട് എഴുതാം. പക്ഷേ നമ്മളിത് മൈനസ് ആണ്, നമുക്ക് നടുക്ക് വന്നിരിക്കുന്നത് എന്താണ്? മൈനസ് ആണ്. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ എന്ത് പറ്റും? ഒരു മൈനസ് വെളിയിലോട്ട് വരും. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ഇതിനെ ഞാൻ ബി മൈനസ് എന്നെ തിരിച്ചിടുമ്പോൾ എന്ത് പറ്റും? മൈനസ് ഓഫ് എ മൈനസ് ബി. ഇത് അതുപോലെ തന്നെ എഴുതി സി ഇൻറ്റു എ മൈനസ് ബി. ഈ സി മൈനസ് എ അങ്ങനെ തന്നെ ഞാൻ എഴുതി. ഇനി ഇവിടെ എ മൈനസ് സിനെ ഞാൻ സി മൈനസ് എ ആക്കാൻ പോകും. അപ്പം നേരത്തെ ഇവിടെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും എന്ത് വരും? ഒരു മൈനസ് വെളിയിലോട്ട് വരും. അപ്പോൾ മൈനസ് ബി ഇൻറ്റു സി മൈനസ് എ എന്നായിട്ടത് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ മൈനസിനെ ഇവിടെ നമ്മൾ വെളിയിലോട്ട് എടുക്കാം. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് അതെന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. നമ്മൾ ഇനി എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. മൈനസ് ഒരുപോലെ വെളിയിലോട്ട് വരും. ഓക്കെ, ഞാൻ അത് എഴുതിയേക്കാം, കൺഫ്യൂഷൻ ആവണ്ട. ഈ രണ്ട് മൈനസിനെ ഞാൻ ഒരുപോലെ വെളിയിലേക്ക് എടുത്തു. അപ്പോൾ എ മൈനസ് ബി സി ഇൻറ്റു എ മൈനസ് ബി സി മൈനസ് എ ബി ഇൻറ്റു സി മൈനസ് എ. അപ്പോൾ ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി മാറി? പ്ലസ് ആയിട്ട് മാറി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു. ഇനി മനസ്സിലായി കാണുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബി മൈനസ് എ തിരിച്ചിട്ടതും എ മൈനസ് സി തിരിച്ചിട്ടതും നോക്കിക്കേ. ഫസ്റ്റ് റോയിൽ എ മൈനസ് ബി ഇവിടെ കോമൺ ആയിട്ട് വന്നില്ലേ? അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ സി മൈനസ് എ കോമൺ ആയിട്ട് വന്നില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? വെളിയിലേക്ക് എടുക്കാൻ പോവുക. ഫസ്റ്റ് റോയിൽ നിന്ന് നമ്മൾ എ മൈനസ് ബി കോമൺ ആയിട്ട് വെളിയിലെടുക്കും. സെക്കൻഡ് റോയിൽ നിന്ന് സി മൈനസ് എ കോമൺ ആയിട്ട് വെളിയിലെടുക്കും. വിച്ച് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ബി പുറത്തോട്ട് എഴുതിയില്ല. ഓക്കെ, എ മൈനസ് ബി നമ്മൾ വെളിയിലോട്ട് എടുത്തു ഇൻറ്റു സി മൈനസ് എ. ഇപ്പോൾ രണ്ട് റോയിൽ നിന്ന് നമ്മൾ എ മൈനസ് ബി പുറത്തോട്ട് എടുത്തു, സി മൈനസ് എ പുറത്തോട്ട് എടുത്തു. ബാക്കിയുള്ളത് നമ്മൾ ഡിറ്റർമിനൻ്റ് അകത്ത് എഴുതണം. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി ഇവിടുന്ന് പോയാൽ മിച്ചം അവിടെ എന്തുണ്ട്? 1 ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് എ മൈനസ് ബി പോയാൽ മിച്ചം അവിടെ സി. ഇവിടുന്ന് സി മൈനസ് എ പുറത്തോട്ട് എടുത്തപ്പോൾ എന്ത് പറ്റി? 1. അതുപോലെ തന്നെ ഇവിടുന്ന് സി മൈനസ് എ പുറത്തോട്ട് എടുത്തപ്പോൾ എന്ത് പറ്റി? ബി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി എ മൈനസ് ബി ഇൻറ്റു സി മൈനസ് എ പുറത്ത് വന്നു. ഡിറ്റർമിനൻറ്റിനകത്ത് 1C 1B. ക്ലിയർ? ഇനി എന്ത് ചെയ്താൽ മതി? ഈ സാധനത്തിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ പോരെ? എന്ത് ചെയ്യണം? ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത്. നമ്മൾ 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ എങ്ങനെയായിരുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ തമ്മിൽ മൈനസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു, അപ്പം ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ഇൻറ്റു ബി ബി മൈനസ് 1 ഇൻറ്റു സി സി. അപ്പോൾ എന്ത് കിട്ടി? എ മൈനസ് ബി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ബി മൈനസ് സി. ഇതായിരുന്നോ നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടിയിരുന്നത്? കണ്ടോ, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നതും അത് തന്നെ ആയിരുന്നു. എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ എന്നായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അത് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയത് അല്ലേ? എ മൈനസ് ബി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ബി മൈനസ് സി. ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ പോരെ? വിച്ച് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ നമ്മൾ പ്രൂവ് ചെയ്തത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിതിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഈ ടൈപ്പിലുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലവും കൂടെ നമുക്ക് സെയിം ടൈപ്പിലുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് 1a സ്ക്വയർ 1bb സ്ക്വയർ 1cc സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ അതേ ഉത്തരം തന്നെ ഇവിടെയും വന്നിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ഈ സെയിം മോഡൽ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ അതേ പാറ്റേൺ അല്ലെങ്കിൽ അതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്താൽ മതി ഇവിടെയും. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടാനായിട്ട്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എടുത്ത് എഴുതാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 1a സ്ക്വയർ 1a സ്ക്വയർ 1b സ്ക്വയർ 1cc സ്ക്വയർ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി. നമ്മളവിടെ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ 1 1 1 എന്നുള്ളതിൽ ഈ രണ്ട് ടേമിന് നമ്മൾ എന്താക്കി മാറ്റി? 0 ആക്കി മാറ്റി. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്?
R2 changes to R2 minus R1. അതിൻ്റെ ഒപ്പം തന്നെ R3 changes to R3 minus R1. അപ്പം നമുക്കൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഇതിൽ റോ 1ന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതി 1a² റോ 2നെ മാറ്റണം. എങ്ങനെ? R2 മൈനസ് R1. R2ലെ എലമെൻറ്റുകളെ R1 എലമെൻറ്റ് കൊണ്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 മൈനസ് 1 0 b മൈനസ് a, പിന്നെ ഉള്ളത് b² മൈനസ് a². ഓക്കെ, നെക്സ്റ്റ് എന്താ? R3നെ ചേഞ്ച് ചെയ്യണം. എങ്ങനെ? R3 മൈനസ് R1. R3ലെ എലമെൻറ്റുകൾ R1ലെ എലമെൻറ്റുകൾ കൊണ്ട് മൈനസ് ചെയ്യണം. സോറി. ഓക്കെ, അപ്പോൾ 1 മൈനസ് 1 0 c മൈനസ് a c² മൈനസ് a². ഓക്കെ, അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത് മാറ്റിയൊക്കെ എഴുതി. ഇനി എന്താ ചെയ്യണ്ടേ? നമ്മൾ ഫസ്റ്റ് കോളം ഉപയോഗിച്ച് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോകുവാണ്. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ 0 ഉള്ള കോളമോ റോയോ ഉപയോഗിച്ചാൽ നമുക്ക് ഡിറ്റർമിനൻറ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. കാരണം 0 അല്ലാത്ത എലമെൻറ്റുകൾ മാത്രം അവിടെ യൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താ? നമ്മൾ 1 അല്ലേ, ഈ ഫസ്റ്റ് കോളവാണ് എടുക്കുന്നത്. അപ്പോൾ 1 ഇൻറ്റു, അപ്പോൾ 1 ഉള്ള റോയും കോളവും നമ്മൾ ക്യാൻസൽ ചെയ്യും. ബാക്കിയുള്ള 4 എലമെൻറ്റുകളുടെ ഡിറ്റർമിനൻ്റാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? 1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 1 ഉള്ള റോയും കോളവും ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള 4 എണ്ണം ഞാൻ എടുത്തെഴുതുക. b മൈനസ് എ ഇൻറ്റു b² മൈനസ് a² c മൈനസ് എ c² മൈനസ് a². ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തും, നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഓക്കെ, അപ്പം ഞാനതൊന്നും കൂടി എടുത്തെഴുതിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വരുത്തുന്ന മാറ്റം എന്നാന്ന് വെച്ചാൽ വിച്ച് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ്, ഇതിന് രണ്ടിനും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ എഴുതുക, b മൈനസ് എയും c മൈനസ് എയും. ഇനി ഇതിനെങ്ങനെ മാറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടില്ലേ, a² മൈനസ് b² ഈക്വൽ ടു a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന്. ആ സെയിം സാധനം നമ്മളിത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാം. ആ സെയിം മോഡലല്ലേ കിടക്കുന്നത്, b² മൈനസ് a². അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? b പ്ലസ് എ ഇൻറ്റു b മൈനസ് എ. അതുപോലെ തന്നെ ഇതിനെ മാറ്റി എഴുതാമല്ലോ, c² മൈനസ് a²നെ c പ്ലസ് എ ഇൻറ്റു c മൈനസ് എ. ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഇതിനകത്ത് ഫസ്റ്റ് റോയിലൊരു b മൈനസ് എ കോമൺ ആയിട്ടില്ലേ? അതുപോലെ തന്നെ സെക്കൻഡ് റോയിലൊരു c മൈനസ് എയും കോമൺ ആയിട്ടില്ലേ? അതിൻ്റെ രണ്ടിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു b മൈനസ് എ ഇൻറ്റു c മൈനസ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ്, ബാക്കിയുള്ളവരെ ഇതിനകത്തൊക്കെ എഴുതാം. ഇവിടുന്ന് b മൈനസ് എയും c മൈനസ് എയും പോയി, ബാക്കി മിച്ചമുള്ള എന്താ? 1. ഇവിടുന്ന് b മൈനസ് എ പോയപ്പം ബാക്കിയുള്ളത് b പ്ലസ് എ, ഇവിടുന്ന് c മൈനസ് എ പോയപ്പം ബാക്കിയുള്ളത് c പ്ലസ് എ. ക്ലിയർ ആണോ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കാനായിട്ട് പോവുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു b മൈനസ് എ ഇൻറ്റു c മൈനസ് എ ഇൻറ്റു 1 ഇൻറ്റു c പ്ലസ് എ c പ്ലസ് എ മൈനസ് 1 ഇൻറ്റു b പ്ലസ് എ b പ്ലസ് എ. മൈനസിന് ശേഷം നമ്മൾ എന്ത് എഴുതിയാലും അത് എന്ത് ചെയ്യും? ഒരു ബ്രാക്കറ്റിലിടും അല്ലേ? കാരണം മൈനസിന് ശേഷം ബ്രാക്കറ്റിൽ വരുന്നതിൻ്റെയൊക്കെ സൈൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഈ ബ്രാക്കറ്റൊക്കെ നമുക്കൊന്ന് അഴിക്കാം. അപ്പോൾ മൈനസിന് ശേഷം ബ്രാക്കറ്റിൽ വരുന്നതിൻ്റെ എന്ത് പറ്റും? സൈൻ, എല്ലാത്തിൻ്റെയും സൈൻ മാറും. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു b മൈനസ് എ ഇൻറ്റു c മൈനസ് എ ഇൻറ്റു c പ്ലസ് എ മൈനസ് ബി മൈനസ് എ. ബ്രാക്കറ്റിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, സോറി. ഓക്കെ, അപ്പോൾ എന്താ ഞാനിവിടെ ചെയ്തത്? മൈനസിന് ശേഷമുള്ള ബ്രാക്കറ്റ് അഴിച്ചപ്പോഴത്തേക്കും അതിനകത്തുള്ള എല്ലാ ടേമിൻ്റെയും എന്ത് മാറി? സൈൻ മാറി. ഇതിൽ നിന്ന് ഈ പ്ലസ് എയും ഈ മൈനസ് എയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാലോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു b മൈനസ് എ ഇൻറ്റു c മൈനസ് എ ഇൻറ്റു ഇവിടെ ബാക്കിയുള്ളത് ആരാണ്? c മൈനസ് ബി. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്കിതിൽ എന്താ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്തായിരുന്നു? നമുക്ക് കിട്ടേണ്ട ഉത്തരം ഇതാണ്, a മൈനസ് ബി ഇൻറ്റു b മൈനസ് സി ഇൻറ്റു c മൈനസ് എ. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ കിട്ടിയതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ c മൈനസ് എ മാത്രം നമുക്ക് കറക്റ്റ് ഓർഡറിൽ കിടപ്പുണ്ട്. ഇതിനെയും തിരിക്കണം, ഇതിനെയും തിരിക്കണം. അപ്പം b മൈനസ് എ തിരിച്ച് a മൈനസ് ബി ആക്കുമ്പം പുറത്തൊരു മൈനസ് വരും. അതുപോലെ തന്നെ c മൈനസ് ബി തിരിച്ച് b മൈനസ് സി ആക്കുമ്പോഴും പുറത്തൊക്കെ ഒരു മൈനസ് വരും. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് a മൈനസ് ബി ഇൻറ്റു c മൈനസ് എ ഇൻറ്റു
ഇവിടെ നിന്ന് തിരിച്ചിടുമ്പോഴത്തേക്കും മൈനസ് ഓഫ് ബി മൈനസ് സി എന്നാകും. ഇസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് എന്തായി പ്ലസ് ആയി. ഇനി ഇതങ്ങ് അടുപ്പിച്ച് എഴുതിയാൽ പോരെ. എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് ചെയ്ത 2 പ്രോബ്ലംസ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. രണ്ടിൻ്റെയും മെത്തേഡ് സെയിം ആണ്, ആൻസറും സെയിം ആണ്. അപ്പോൾ രണ്ടും എന്ത് രീതിയിലാണ് ചെയ്തതെന്നൊന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ചെയ്ത 2 പ്രോബ്ലംസും എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.